ട്രംപിൻ്റെ ഉറപ്പും ജൂതൻ്റെ ചതിയും. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ചരിത്രത്തിൽ ജൂതരാഷ്ട്രം നിലവിൽ വന്നത് തന്നെ ഒരു ചതിയിലൂടെയാണ്. അവരുടെ ഭൂമി നിലനിൽക്കുന്നത് പാലസ്തീനിലാണ് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ്. അവർ തന്നെയാണ് അവരുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ആരെങ്കിലും നൽകിയതൊന്നുമല്ല. ഇതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബെൻഗൂരിയൻ്റെ നേതൃത്വത്തിലാണ് അന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടായത് എന്നതാണ് ചരിത്രം. ഇപ്പോൾ 23-ാം തീയതി മാർച്ച് മാസം 23-ാം തീയതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 5 ദിവസത്തെ വെടിനിർത്തൽ സമാധാനമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തി. ഇനി യുദ്ധം ഉണ്ടാവില്ല 5 ദിവസം. ഇതൊരു വിശ്രമത്തിൻ്റെ സമയമാണ്. അതിനിടയിൽ ചർച്ചാ കാര്യങ്ങളൊക്കെ നടക്കും. അതിനോടനുബന്ധിച്ച് ഈ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ അതും ആലോചിക്കാം എന്ന തരത്തിലാണ് ട്രംപ് പറഞ്ഞത്. ഏറെക്കുറെ ലോകത്തിന് മുഴുവനും അതൊരു ശാന്തതയും ഒരു സമാധാന വാക്കുമായി. അപ്പോൾ തന്നെ ഉയർന്നിരിക്കുന്ന പെട്രോളിയത്തിൻ്റെ വില അപ്പോൾ തന്നെ ഇടിഞ്ഞു താഴ്ന്നു വീണ് 105, 108, 110 എത്തിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ 93 ഇടിഞ്ഞു. കാര്യം യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് എന്നൊരു പ്രതീതി ലോകത്താകമാനം ഉണ്ടായി. പറഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. അതും എവിടെ ആക്രമിച്ചത്? അവരുടെ എനർജി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിച്ചു. പ്രത്യേകമായ രീതിയിൽ ട്രംപ് പറഞ്ഞത് എനർജി മേഖല, വൈദ്യുത മേഖലയോ അല്ലെങ്കിൽ ആണവായുധ മേഖലയോ പെട്രോൾ കെമിക്കൽ മേഖലയോ ആക്രമിക്കുകയില്ല, 5 ദിവസം വിശ്രമമാണ് എന്ന തരത്തിൽ പറഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ആക്രമണം അവർ നടത്തിയെന്നുള്ളതാണ്. ഇറാൻ മോശക്കാരല്ല, ലോകത്തിന് അറിയാവുന്നതാണ്. സമയബന്ധിതമായി തന്നെ അതിന് തിരിച്ചടിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഒരു അതായത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലും ഇസ്രായേൽ ചതിക്കുന്നു. അയാളെ പോയുടെ വാക്കുകളിൽ പോലും വിലയില്ലാത്ത രീതിയിലുള്ള ആക്രമണം ഉണ്ടാവുമെന്ന് ഉറപ്പുള്ള ഒരു രാജ്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് കാര്യം എന്ന് പറഞ്ഞാൽ ജൂതരെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അവർ പഠിപ്പിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായ രീതിയിൽ അവർ ചതിയന്മാരാണെന്നും ചതിക്കുമെന്നും വിശ്വസിക്കാൻ പറ്റാത്തവരാണെന്നും ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പരിശോധിക്കുന്നത് ഈ ഒരു ചതി മാത്രമാണോ ചെയ്തത്? അല്ല. മുൻപ് 2025 കഴിഞ്ഞ മാസം ജൂൺ 13-ാം തീയതി ഒരു യുദ്ധം ഉണ്ടാകുന്നു. യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു. അതും ഒരു ചതിയാണ്. അതിൻ്റെ മുൻപായിട്ട് ഏകദേശം ഒരു 3 മാസത്തിനിടയിൽ 2-3 മാസത്തിനിടയിൽ 5 പ്രാവശ്യം ഒമാൻ്റെ നേതൃത്വത്തിൽ ഇറാൻ്റെയും അമേരിക്കയുടെ പ്രതിനിധികളും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ഒമാന് നടത്തിയിട്ടുണ്ട്, പിന്നീട് അത് പുറത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചർച്ചാ സംബന്ധമായ കാര്യം എന്ന് പറയുന്ന സമയത്ത് ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ചർച്ച നടത്തിയിട്ട് ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കിയിട്ട് യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു 2 കൂട്ടരുടെയും താല്പര്യം, പ്രത്യേകിച്ച് അമേരിക്കയുടെ. അതിനുവേണ്ടി വലിയ രീതിയിൽ സഹകരണം നടത്തി 6ാമത്തെ തവണയാണ് ഒമാനിൽ അവസാനഘട്ട ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ച ആ തീയതിയുടെ 2 ദിവസം മുമ്പ്, അഥവാ ജൂൺ മാസം 15-ാം തീയതിയാണ് അവസാന ചർച്ച നടത്തേണ്ടത്. അതിന് ജൂൺ മാസം 13-ാം തീയതി ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചു. ചതി അവിടെയും തുടർന്നു. ഇത് അമേരിക്കക്ക് അറിയില്ല എന്ന് അവർ പറയുന്നുണ്ട്. അമേരിക്ക അറിയാതെ ഒരിക്കൽ പോലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു രാജ്യത്തെ ആക്രമിക്കില്ല എന്ന് മാത്രമല്ല, സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റാത്ത ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ. അമേരിക്കയുടെ ഊരയിലാണ് എല്ലാ കാലത്തും അവർ നിലനിൽക്കുന്നത്. അപ്പോൾ അവർ ആക്രമിച്ചു എന്ന് മാത്രമല്ല, വലിയ നാശങ്ങൾ ഉണ്ടാക്കി. ആണവായുധ മേഖല ആക്രമിച്ചു. പിന്നീട് പൊടിപൂരമായിരുന്നു ഇറാൻ്റെ തിരിച്ചടി. നമുക്കറിയാം, ഒരു 12 ദിവസം ആ യുദ്ധം നീണ്ടു നിന്നു. ആ യുദ്ധം നീണ്ടു നിന്നതിൻ്റെ നാശങ്ങളും നഷ്ടത്തിൻ്റെയും കണക്ക് ഇപ്പോഴും പുറത്ത് വിട്ടിട്ടില്ല ഇസ്രായേൽ. അത്രയ്ക്ക് മാരകമായിരുന്നു ആ ആക്രമണം. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു. അത് ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്താൽ ഇടപെട്ടു. അങ്ങനെ യുദ്ധം വിരാമം ഉണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെ കഴിഞ്ഞു 2026. ഈ വർഷം വന്നു. ഫെബ്രുവരി മാസം 28-ാം തീയതി വീണ്ടും ആക്രമിച്ചു ഇസ്രായേൽ. അതും ഒരു കരാർ വ്യവസ്ഥയുടെ ലംഘനമായിരുന്നു. 3-ാം ഘട്ട ഈ കരാർ ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ വിയന്നയിൽ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അമേരിക്കയും ഇറാനും മധ്യസ്ഥരായിരിക്കുന്ന ഒമാൻ്റെ നേതൃത്വത്തിൽ. ആ സംഭവം നടക്കേണ്ടത് എന്നാണെന്ന് അറിയാം. ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് മാസം 2-ാം തീയതി നടക്കണം. അതിന് ഫെബ്രുവരി 28-ാം തീയതി ഇവരെ ആക്രമിച്ചു. അവിടെ വീണ്ടും ചതി നടന്നു. അപ്പോൾ ചതി നടക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികപരമായ രീതിയിൽ അവരുടെ കൂടപ്പിറപ്പ് പോലെയാണ്. അതവർ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഒരു സുഖം കിട്ടില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്.
ഇപ്പോഴത്തെ വൈദ്യുത മേഖലയും ആണവായുധ മേഖല, പെട്രോ കെമിക്കൽ മേഖല തുടങ്ങിയിരിക്കുന്ന സർവ്വ മേഖലയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അയാൾ പറഞ്ഞിരുന്നത് ആ മേഖലയെ മുഴുവൻ ആക്രമിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ ഒരു 10 ദിവസത്തെ വെടിനിർത്തലും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിക്കുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇത് നടക്കാതിരിക്കുന്നില്ല. അതവർ നടത്തിക്കൊണ്ടു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതവരുടെ രീതി അങ്ങനെയാണ്. 10 ദിവസത്തെ വെടിനിർത്തൽ വെറുതെ ട്രംപ് പറയാമെന്നല്ലാതെ യുദ്ധവിരാമം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ചതിക്കുക എന്നുള്ളത് സാധാരണ അവർ ചെയ്യുന്നതാണ് എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയാശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം എന്ന് വെച്ചാൽ കാരുണ്യ രീതികളൊക്കെ അവസാനിച്ചുകൊണ്ട് കഠിനമായിരിക്കുന്ന യുദ്ധരീതി തങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ഇറാൻ പറയുമ്പോൾ അവരുടെ ആയുധ ശ്രേണിയുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അളക്കാൻ പോലും പറ്റാത്ത വിധമാണ്. അപ്പോൾ 5 മണിക്കൂറിൻ്റെ 5 ദിവസത്തെ പ്രഖ്യാപനത്തിൽ 2 മണിക്കൂർ പോലും യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ അത് പാലിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ രാഷ്ട്രീയം ഇപ്പോഴത്തെ സ്ഥിതി നോക്കുന്ന സമയത്ത് അമേരിക്കയുടെ രാഷ്ട്രീയത്തിലും അറേബ്യൻ ഭരണകൂടത്തിലെ ചില മേഖലയിലും ജൂതന്മാരുടെ സ്വാധീനം വളരെ വലുതാണ്. ആ സ്വാധീനമാണ് പല ഘട്ടങ്ങളിലും പ്രതിസന്ധിയിലേക്ക് അമേരിക്ക കൊണ്ടെത്തിക്കുന്നത്. ഈ യുദ്ധത്തിലും അങ്ങനെ ഒരു പങ്ക് പ്രധാനമായിട്ട് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ചില നിയമങ്ങൾ ഇസ്രായേലും ഈ അമേരിക്കയും തമ്മിലുണ്ട്. ഇരട്ട പൗരത്വം ഉണ്ടാവും, 2 രാജ്യത്തും വോട്ട് ചെയ്യാം. 2 രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൗരനുണ്ടായിരിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യ മറ്റൊരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇരട്ട പൗരത്വം ഉണ്ടെങ്കിൽ 2 രാജ്യത്തേക്കും വോട്ട് ചെയ്യുക എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പല രാജ്യങ്ങൾക്കും അതില്ല. ഏതെങ്കിലും ഒരു രാജ്യത്തെ ഭരണാധികാരിയെ മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റൂ എന്ന് പറയപ്പെടുന്നു. എന്നാൽ 2 രാജ്യത്തും ഈ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ബന്ധമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതിനാൽ അവർക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള സ്വാധീനം അമേരിക്കയുടെ രാഷ്ട്രത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ആർക്ക് സാധിക്കുന്നുണ്ട്? ജൂത വിഭാഗത്തിന് സാധിക്കുന്നുണ്ട്. അതിൻ്റെ പരിണത ഫലമാണ് പല ഘട്ടങ്ങളിലും അമേരിക്ക അനുഭവിക്കേണ്ടി വരുന്നത്. ഖത്തറിൻ്റെ സൈനിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് ചില രഹസ്യ കാര്യങ്ങൾ ഈ ഇസ്രായേൽ ചോർത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായിരുന്നു. പിന്നീട് ഈ വിവാദം അങ്ങനെ കെട്ടടങ്ങിപ്പോയതാണ്. ചില ആളുകളെ പിടികൂടുകയും ചോദ്യം ചെയ്തതിൽ നിന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഇസ്രായേലാണ് തെളിയുകയും ചെയ്തത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നവർ ചേർന്ന് നിൽക്കുകയും ചെയ്യും, കൂടെ ചതിക്കുകയും ചെയ്യും. അപ്പോൾ സംരക്ഷണം അവർ അവകാശപ്പെടുകയും ചെയ്യും, അതോടൊപ്പം തന്നെ അവർ ശിക്ഷ വിധിക്കുകയും ചെയ്യും. ഈ രീതിയിലാണ്. അപ്പോൾ ഇറാൻ്റെ ഒരു ദ്വീപുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ദ്വീപ് പിടിച്ചെടുക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്നുണ്ട്. അമേരിക്കയ്ക്ക് നിർബന്ധമായ രീതിയിൽ അത് പിടിച്ചെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനായി ഇറാൻ പറഞ്ഞിരിക്കുന്ന മറുപടി ശ്രദ്ധേയമാണ്. മാരക തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രമല്ല, താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ആഘാതമായിരിക്കും അമേരിക്കയുടെ സൈനികർക്കുണ്ടാവുക. ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ്. അത്ര ഇന്ന് വരെ ഉപയോഗിക്കാത്ത ആയുധങ്ങൾ വെച്ചും ശക്തമായിരിക്കുന്ന പ്രഹരം കൊണ്ടും തങ്ങൾ അവരെ ശിക്ഷിക്കും. ലോകം അത് കാണുകയും ചെയ്യും. അങ്ങനെയാണ് ഇറാൻ അത് പറയപ്പെടുന്നത്. ഇൻ്റലിജൻസ് രഹസ്യ വിഭാഗം ചോർത്തപ്പെട്ട ചില വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന തരത്തിലാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. ചില രഹസ്യങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ മേഖല കീഴടക്കുക അല്ലെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ താല്പര്യം. പക്ഷേ അമേരിക്ക വിഡ്ഢികളാണ്. അവരങ്ങനെ ചെയ്യുന്ന സമയത്ത് തങ്ങൾ വിധിക്കുന്ന ശിക്ഷ താങ്ങാൻ മാത്രം അവർക്ക് കൽപ്പില്ല എന്നുള്ള യാഥാർത്ഥ്യം അവരറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാധ്യതാ കാര്യങ്ങൾ ഇപ്പോൾ അതേക്കുറിച്ചുള്ള വിവരങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. അവനവൻ്റെ രാജ്യത്തിൻ്റെ അടിത്തറ മാന്തിയെടുക്കുന്നതിന് തുല്യമായിരിക്കുന്ന ശിക്ഷ ഇറാൻ ഒരുക്കി കൂട്ടിയിരിക്കുന്നു എന്നുള്ളതും, അത് വാങ്ങാൻ തയ്യാറാണെങ്കിലും അത് സ്വീകരിക്കാൻ മാത്രം ആരോഗ്യശേഷി ഉണ്ടെങ്കിലും മാത്രമേ ആ പ്രവർത്തനത്തെ നിൽക്കാവൂ എന്നുള്ളതാണ് മുന്നറിയിപ്പായിട്ട് പറയുന്നത്. ഹോർമുസ് കടലിന് ശേഷം ബാബുൽ മന്ദവും അടക്കും എന്നും അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഹോർമുസ് കടൽ അടച്ചതോടുകൂടി തന്നെയാണ് ഈ പെട്രോളിൻ്റെ വില വർദ്ധിക്കുന്നു, വലിയ രീതിയിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നു എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ചെങ്കടൽ അതിർത്തിയോട് ചേർന്നിട്ടാണ് ബാബുൽ മന്ദമുണ്ട്. അതും കൂടി അടക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു 60% പെട്രോളും തടയപ്പെടുന്ന രീതിയിലുണ്ട്. ചെങ്കടൽ അതിർത്തി എന്ന് പറയുന്ന സമയത്ത് അവിടെ ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ്. ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ പ്രവിശ്യ വിഭാഗമാണ്. ഇവരെന്താണോ പറയുന്നത്, ഇറാൻ എന്താണോ പറയുന്നത്, അതിനപ്പുറം അവർ ചെയ്യില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്കും ഞങ്ങൾ നീങ്ങും. അപ്പോൾ സർവ്വ മേഖലയും അടക്കപ്പെട്ട രീതിയിലും ശക്തമായ രീതിയിലുള്ള തിരിച്ചടിക്ക് മുൻപിലും അമേരിക്കയും ഇസ്രായേലും പതറിപ്പോകുന്ന ഒരു ദയനീയ അവസ്ഥയാണ് ഏതാനും ദിവസങ്ങളായി ഇപ്പോൾ
ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും ഈ ആക്രമത്തിന് അല്ലെങ്കിൽ ഈ തിരിച്ചടിയുടെ കാഠിന്യം കൂടുക എന്നല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു ഇളവോ ദയാദാക്ഷിണ്യമോ ഇറാനിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്നുകൂടി അമേരിക്കയും ഇസ്രായേലിനെയും ഇറാൻ ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്.